അപ്പോൾ വിജയ് സാറിൻ്റെ സിനിമകൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടീമിൽ നിന്നാണ് ഒരു ടീം ഫോം ചെയ്യുന്നത്, ആ ഫാൻസ് അസോസിയേഷൻ. അപ്പോൾ അത് ഒരുപക്ഷെ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ ആ സാധനം കാണാം. ഞാൻ പറഞ്ഞില്ല, ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. ക്യാരക്ടർ ഇതാണ്, മൂഡ് ഇതാണ്. അപ്പോൾ എനിക്ക് ഓരോ ദിവസം പ്രിപ്പയർ ആയിട്ടായിരിക്കും വരിക. നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടുവരുന്ന ഒരു ആക്ടറാണ്. വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പം ചെയ്ത് നമ്മളിങ്ങനെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിജയം എങ്ങനെയാണ് കാണുന്നത് ശരിക്കും? ഈ വിജയം ഒരു നടൻ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളത്. എന്നെ അതിനേക്കാൾ ഏറെ സന്തോഷിപ്പിക്കുന്നത് ഒരു പുതിയൊരു ടീം സിനിമയിലേക്ക് വരുന്നു. അത് ഇപ്പോൾ ജിത്തു പറഞ്ഞതുപോലെ ജിത്തുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ കൂടുതൽ പേരും നമ്മളങ്ങനെ സിനിമയിൽ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ആളുകളല്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ വരികയും ആ സിനിമ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും വർഷം സിനിമയിൽ നിൽക്കുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ വിജയങ്ങളുണ്ടല്ലോ, ഇതിപ്പോൾ വലിയ വിജയമാണ്. ഞാൻ പറയുന്നത് ചെറിയൊരു ടീം ചെറുതായി വന്നിട്ട് വലുതാവുക എന്ന് പറയുന്നത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എനിക്ക്, ഞാനത് വളരെ സിൻസിയറായിട്ട് പറയുന്നതാണ്. കാരണം എൻ്റെ പേഴ്സണൽ സക്സസിനേക്കാൾ കൂടുതൽ എനിക്കത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. ജിത്തു എൻ്റെ അടുത്ത് ആദ്യം വിളിച്ചിട്ട് കഥ പറയാൻ എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചൊരു കാര്യം, ചേട്ടൻ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, ഇതൊന്ന് കാണുമോ? കാരണം എനിക്ക് കഥ പറയുന്നതിന് മുമ്പ് ചേട്ടൻ അത് കണ്ടാൽ എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞു. ഞാൻ ഇമ്മീഡിയറ്റ് കാണുകയും കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ആ സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ ജിത്തുവിനെ വിളിക്കുന്നത്, നാളെ തന്നെ വാ നമുക്ക് കേൾക്കാം എന്താണ്. അപ്പോൾ അത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം എപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആക്ടേഴ്സ് പൊതുവെ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ആളുകളാണ്. കാരണം നമുക്കറിയില്ല നമ്മുടെ അടുത്ത് കഥ പറയുന്ന ആൾ അത് എങ്ങനെ വിഷ്വൽ ചെയ്യും. അവർക്കതിൻ്റെ എസ്പെഷ്യലി ഇതിനു മുമ്പ് സിനിമയുമായിട്ട് വേറൊരു രീതിയിൽ ബന്ധപ്പെട്ടിട്ടില്ലാത്ത ജിത്തുവിനെ പോലുള്ള ഒരാൾ വരുമ്പോൾ, പക്ഷേ ആ ഷോർട്ട് ഫിലിം കണ്ടാൽ അറിയാം ഇയാൾക്ക് പണിയറിയാം. അപ്പോൾ അങ്ങനെ പണിയറിയുന്ന ഒരു സംവിധായകനോട് വർക്ക് ചെയ്യുക, പണിയറിയുന്ന ക്യാമറാമാൻ, പണിയറിയുന്ന മ്യൂസിക് ഡയറക്ടർ, എഡിറ്റർ, അങ്ങനെ എല്ലാം പുതിയ ആളുകളെയാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ അടിലെന്ന് പറഞ്ഞാൽ ഞാൻ ജിത്തും നിരന്തരം ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട് നമ്മുടെ ഇതിൻ്റെ കഥയെക്കുറിച്ചിട്ടായാലും. കാരണം നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളൊരു ജോണർ അല്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ജിത്തു വന്ന് എൻ്റെ അടുത്ത് ഈ സ്ക്രീൻ പ്ലേ നെറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊതുവെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ജോണറാണ് ഈ സിനിമ. എനിക്കങ്ങനെ ഇത്തരം സിനിമകൾ ഞാൻ അധികം കണ്ടിട്ടില്ല. ഡാർക്ക് പോലുള്ള സീരീസുകൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു പേഴ്സണൽ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ടേസ്റ്റിൽ വരാത്തൊരു ജോണറാണിത്. പക്ഷേ ആ ഷോർട്ട് ഫിലിം എനിക്ക് ഇഷ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിത്തു കഥ പറഞ്ഞതിന് ശേഷം ഞാൻ ഇത്തരം ജോണറിലുള്ള സിനിമകൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് ഞാനങ്ങനെ ഒരു 6-7 സിനിമകൾ പ്രോപ്പറായിട്ട് എടുത്തു വെച്ച് ഒരു ദിവസം ജിത്തു വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു സിനിമ കാണുമായിരുന്നു. അപ്പോൾ ജിത്തുവിനോട് ഞാൻ പറഞ്ഞു, ജിത്തു ഞാനിങ്ങനെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ജോണറൊന്നും അറിയാൻ വേണ്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, ജിത്തു പറഞ്ഞു, ചേട്ടാ എനിക്കും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എടുത്തു വെച്ച 5 സിനിമകളുടെ പേര് പറഞ്ഞപ്പോൾ ഇത് 5 ഞാൻ കണ്ടതാണ്, വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് 5 നീ കണ്ടതാണെങ്കിൽ പിന്നെ ഇനി ഞാനിത് കാണേണ്ട കാര്യമില്ല, കാരണം നിനക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ധാരണ നിനക്കുണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാ പേടിക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ ആ ജോണറിനെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ജിത്തുവിനുണ്ട് എന്നുള്ളതാണ് എൻ്റെ കോൺഫിഡൻസ് ആ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. കാരണം ഓരോ ദിവസവും എനിക്ക് ഓരോ സംശയങ്ങൾ വരും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് എൻ്റെ ചേച്ചീനെ ഞാൻ ഇപ്പോഴെങ്ങനെയാണ് കാണുന്നത്, അതെങ്ങനെയാണ് അപ്പോൾ ആ ഒരു ടൈം സ്പേസ്, ഞാനത് കഥ റിവീൽ ചെയ്യല്ല, പക്ഷേ ആ ജോണറിൽ അങ്ങനെ ഓരോ ലൂപ്പിലേക്ക് പോകുമ്പോഴും അത് കൃത്യമായിട്ട് അത് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ജിത്തുവിനുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ നമുക്ക്. അപ്പോൾ പിന്നീട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്കിതിനകത്ത് സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്ത ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പുതിയ ആളുകളുണ്ടെങ്കിലും ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, അതും ഏറ്റവും എക്സൽ ചെയ്യുന്ന ഒരാൾ നമുക്ക് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണം എന്നുള്ളത് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ വിഷ്ണു ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൂടെ വന്നപ്പോൾ സിനിമ നമ്മൾ വിചാരിച്ചതിന് അപ്പുറത്തേക്ക് ഒരു ലെയറും കൂടെ നമുക്ക് കയറി സിനിമ ആളുകളിലേക്ക് എത്താൻ നമുക്ക് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഈ ഒരു ടീമിന് ഇപ്പോൾ ഞാനും ഒരുപക്ഷെ വിഷ്ണു ആയിരിക്കും കുറച്ച് അധികം സിനിമകൾ വർക്ക് ചെയ്ത ഇതിനകത്തുള്ള ആളുകൾ, പിന്നെ സിനിമയ്ക്കാണ് സീനിയറായിട്ടുള്ള. അപ്പോൾ നമ്മുടെ ഈ ഒരു ടീം ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഷൂട്ടിംഗ് വർക്ക് ചെയ്യുന്ന ഓരോ ദിവസവും ഞങ്ങളുടെ അവിടുത്തെ കാടാണ്, ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ശരിക്കും ഞങ്ങൾക്ക് അവിടെ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നു. ആ വഴി ഒരു മരം വീണ് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ റെഡിയായി പ്ലാൻ ചെയ്ത്, അപ്പോൾ വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നമ്മൾ അത്രയും ടൈറ്റ് ഷെഡ്യൂളിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഈ മരം പിന്നെ നമുക്ക് ആ ഷൂട്ട് നമുക്ക് ഇനി അത് നീക്കിയാലേ പറ്റുള്ളൂ. അപ്പോഴേക്കും ആന ഉണ്ടായിരുന്നു അവിടെ തന്നെ കാട്ടിൽ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ആനേനെ കൊണ്ടുവന്ന് അത് നീക്കി പിന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു ഹഡിലുണ്ടായാലും അതിനപ്പം തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ജിത്തു അപ്പോൾ പ്ലാൻ ചെയ്യും. മഴ പെയ്താൽ മഴയത്ത് ഷൂട്ട് ചെയ്യും,
മഴയില്ലെങ്കിൽ മഴയില്ലാതെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഭയങ്കര രസമല്ലേ നമുക്ക് ഈ പുതിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും പലതും അതിനകത്ത് പഠിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര രസമുള്ളൊരു ടീം. പിന്നെ അസ്കറും ഈ പറയുന്ന രീതിയിൽ നമുക്ക് അവിടെയുള്ള നമ്മളുടെ സമയങ്ങൾ ഏറ്റവും സന്തോഷമാകുന്ന നമ്മുടെ കോസ്റ്റാർസ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുമ്പോഴാണ്. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇത് സക്സസ് ആകുമ്പോൾ എന്താണെന്നറിയോ, എന്തൊക്കെ നമ്മളുടെ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാലും പടം തിയേറ്ററിൽ വന്ന ആളുകൾക്ക് ഇഷ്ടമായാൽ മാത്രമേ ഈ സന്തോഷത്തിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു, അല്ലാതെ നമ്മളവിടെ സന്തോഷിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ രീതിയിൽ സിനിമ പ്രേക്ഷകർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ നമുക്ക് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആയാലും അത് ഭയങ്കര സന്തോഷമുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ സംഭവത്തിൽ വരുമ്പം കണ്ടൊരു മൂവി ഉണ്ടെന്ന് പറഞ്ഞില്ല 5 സിനിമ. അപ്പോൾ അങ്ങനെ കഥാപാത്രങ്ങൾ മോൾഡ് ചെയ്തെടുക്കാൻ ആ സിനിമകളൊക്കെ സഹായിച്ചിട്ടുണ്ടോ? ഒരു 2 സിനിമയൊന്ന് പറയാമോ? അല്ല, ഞാൻ കഥാപാത്രത്തെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ശരിക്കും സിനിമ, എനിക്ക് ആ ജോണറിനോട് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനത്തെ സിനിമകൾ അല്ലെങ്കിൽ അത് എൻ്റെ ടേസ്റ്റിൽ ഇല്ലാത്തൊരു ജോണർ ആയതുകൊണ്ട് അത് എനിക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഐ മീൻ എങ്ങനെയാണ് ഈ ഇത്തരം സബ്ജക്റ്റുകൾ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ. കാരണം അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും ആ സിനിമ ചെയ്യും. അല്ലാതെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. കാരണം അത് ആ സ്പേസിൽ എത്തുന്ന സമയത്ത് ആസ് എ ഡയറക്ടർ അദ്ദേഹം തരുന്ന ഫീഡ്ബാക്ക് ഉണ്ട്, അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദിച്ച് കഴിയുമ്പോൾ പിന്നെ എനിക്ക് അവിടെ വരുന്ന ഓർഗാനിക്കായിട്ട് വരുന്നത് ബിഹേവ് ചെയ്യാന്നല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസ് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഈ ക്യാരക്ടറാണെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അയാൾ കുറച്ചുകൂടെ ലൗഡായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതിന് അയാൾക്കൊരു പാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ പാസ്റ്റ് ജിത്തു എനിക്ക് കൃത്യമായിട്ട് ഫീഡ് ചെയ്തതുകൊണ്ട് നമുക്കത് ഭയങ്കര ഈസി ഉണ്ടായിരുന്നു. പിന്നെ ചില സ്ഥലങ്ങളിൽ ജിത്തുവിൻ്റെ രസമുള്ള വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ജിത്തുവിൻ്റെ ടീമും ആക്ച്വലി വിജയ് ഫാൻസിൻ്റെ അസോസിയേഷൻ്റെ മെയിൻ ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ താങ്ക്സ് കാർഡിൽ വിജയ് കാണാം, വിജയ്ക്കൊരു താങ്ക്സ്. അപ്പോൾ വിജയ് സാറിൻ്റെ സിനിമകൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടീമിൽ നിന്നാണ് ഇവരൊരു ടീം ഫോം ചെയ്യുന്നത്, ആ ഫാൻസ് അസോസിയേഷൻ. അപ്പോൾ അത് ഒരുപക്ഷെ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ ആ സാധനം കാണാം. അപ്പം ഞാൻ ജിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, ജിത്തു ഇതിനകത്തൊരു ചെറിയ വിജയ് ഫാൻ കയറി കളിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ എപ്പോഴും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. വിനീതേട്ടാ, അതേപോലെ ഇപ്പം മറ്റുള്ള ലാംഗ്വേജസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞാൽ മലയാള സിനിമയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. മലയാളത്തിൽ ഒരു നല്ലൊരു സിനിമ ചെയ്യണം അല്ലെങ്കിൽ നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മലയാള സിനിമ നിങ്ങൾ റെഫർ ചെയ്യുക. അങ്ങനെയാണ് കൂടുതലും പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ റീസെൻ്റ് ആയിട്ടുള്ള പടങ്ങളൊക്കെ എടുത്ത് ഇപ്പം മാസ് ആക്ഷൻ ഹീറോ ലെവലിൽ അല്ലെങ്കിൽ ഒരു മാസ് മസാല ഉള്ള പടങ്ങളോ അല്ല ആക്ഷൻ ഹീറോസോ ഒന്നുമല്ല. നമ്മൾ ആദ്യ ചേട്ടത്തിൽ പോലുള്ള കഥാപാത്രങ്ങൾ, മറ്റേ കിഷ്കിന്താകാണ്ഡത്തിലെ നമ്മൾ ചേട്ടൻ ചെയ്ത ഒരു കഥാപാത്രങ്ങൾ, അപ്പം ക്യാരക്ടേഴ്സ് വലിയ ഹീറോയിസിക് അല്ലെങ്കിൽ മാസ് ഡയലോഗുകൾ പറയുന്ന മാത്രമല്ല, പെർഫോമൻസിലൂടെ ആളുകളുടെ ഉള്ളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു സിനിമയിൽ ഓവർ ആക്ഷൻ ലെവലിലേക്ക് ഒരു ആക്ടർ എന്ന ലെവലിലേക്ക് ഇന്ന ലെവലിലുള്ള പെർഫോം വേണം എന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു വലിയൊരു ആക്ടർ ആയാൽ ഇന്ന ലെവലിൽ പെർഫോം ചെയ്യുന്ന സീനുകൾ വേണം എന്നുണ്ടോ? അങ്ങനെയില്ല. ഇപ്പം പറഞ്ഞതിനകത്ത് എനിക്കൊരു ചെറിയൊരു കറക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴല്ല, ശരിക്കും മലയാള സിനിമയുടെ തുടക്കകാലം തൊട്ടിട്ട് തന്നെ നമുക്ക് ഒരുപാട്, അതായത് ഇവിടെ എപ്പോഴും ലിറ്ററേച്ചറിന് എഴുത്തിന് ഭയങ്കര പ്രാധാന്യമുള്ളൊരു ഇൻഡസ്ട്രിയാണ്. എല്ലാ സിനിമയിലും എല്ലാ ഇൻഡസ്ട്രിയിലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എക്സ്പെരിമെൻറ്റുകൾ ഒരുപാട് കൂടുതൽ നടക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മലയാളം പണ്ട് തൊട്ടേ. കാരണം എനിക്ക് അത് കൂടുതൽ, അതായത് ഞാൻ പരസ്യങ്ങൾ സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യ പരസ്യം ചെയ്യുന്ന സമയത്ത് തിരുസാറായിരുന്നു അതിൻ്റെ DOP. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയായിരുന്നു. അദ്ദേഹമൊക്കെ അന്ന് പഠിക്കുന്ന സമയം തന്നെ ഇവിടെ വരുന്ന സിനിമകൾ വെയിറ്റ് ചെയ്യായിരുന്നു ഏതാണ്. അപ്പോൾ അത്തരത്തിൽ കാലങ്ങളായിട്ട് മലയാളത്തിന് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് എല്ലാ സമയത്തും. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇന്ത്യൻ ഭാഷയിലുള്ള പല സിനിമകളിലും പല ലാംഗ്വേജിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്. നമ്മളത് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. മലയാളത്തിൽ മാത്രമല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ഈവൻ ബോളിവുഡിൽ പോലും. കാരണം ഒരു കാലത്ത് കമേഴ്ഷ്യൽസ് മാത്രം ഉണ്ടായിരുന്ന അവിടെ പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കെപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ആ സ്പെസിഫിക് ആയിട്ട് എന്താണ് ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത്, അതിനൊരു പേസ് ഉണ്ടാവും. അതിനൊരു ആ ഡയറക്ടർ കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഏത് മീറ്ററിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് ആ സബ്ജക്റ്റാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഡിയർ ഫ്രണ്ടിൻ്റെ ഒരു പേസിങ് നമുക്ക് ആദ്യമേ ഇങ്ങനെ ആയിരിക്കണം ഇത് പ്ലേസ് ചെയ്യപ്പെടേണ്ടത്. എന്നാൽ അതുപോലെ ആയിരിക്കില്ല മറ്റൊരു സിനിമ. ഇപ്പോൾ ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ കുറച്ചുകൂടെ ഒരു ലാർജർ ഓഡിയൻസിലേക്ക് എത്തുന്ന ഒരു ഫെസ്റ്റിവൽ സിനിമയ്ക്ക് അതിന് വേറൊരു പേസും വേറൊരു ഇതായിരിക്കും. അത് ആക്ടർ അഡോപ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ആദ്യത്തെ ഒരു ദിവസം ചിലപ്പോൾ ഒന്ന് ആ ക്യാരക്ടറും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു
ഈ ഞാൻ നേരത്തെ പറഞ്ഞോളൂ അതിൻ്റെ ഒരു റിതം കിട്ടാൻ വേണ്ടിയിട്ടൊരു ടൈം എടുക്കും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ആക്ടറിനേക്കാൾ കൂടുതൽ അത് ഡയറക്ടറിലാണ് അത് ആദ്യം വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു പ്രോപ്പർ വിഷനുള്ള ഒരു ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആക്ടറിന് വളരെ ഈസി ആയിരിക്കും അത്. ആക്ച്വലി സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ആക്ടറെ കണ്ടല്ല എഴുതിയത്, കണ്ടന്റ് തന്നെ ഫോക്കസ് ചെയ്താണ് എഴുതിയത്. പിന്നെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്, അസ്കർക്ക് നേരത്തെ പരിചയമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് പല കഥകൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം വിനീതേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളൊരു പുതിയ ഒരാളാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കഥകൾ വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിലും ഇവൻ എത്രത്തോളം ഇത് പുൾ ഓഫ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റിൽ അദ്ദേഹത്തിന് എന്തോ ഒരു ട്രസ്റ്റ് നമ്മോട് തോന്നി, അങ്ങനെ സിനിമ സംഭവിച്ചു. തിരിച്ചാണ് പറയേണ്ടത്. അവന് എന്നിലൊരു ട്രസ്റ്റും കൂടെ തോന്നി, അവനൊരു കോൺഫിഡൻസ്. ഞാൻ ചോദിച്ചു, ജിത്തു നീ കോൺഫിഡൻ്റ് ആണോ, പടത്തിന്റെ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണോ എന്നെ വെച്ചത് എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സന്തോഷം. കാര്യം നമ്മൾ ഇതിനു മുമ്പും സ്ക്രിപ്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അതില്ല, ആ സമയത്ത് ഈ പറഞ്ഞ നമ്മൾ ഒരു വൈബ് ഉണ്ടായി ഫുൾ ടീമിലെല്ലാവരും, അല്ലെങ്കിൽ എല്ലാവരും തമ്മിലുള്ള ഒരു കണക്ഷനാണല്ലോ. അങ്ങനെയാണല്ലോ ഓരോ പ്രൊജക്റ്റുകളും ഉണ്ടാകുന്നത്. സിനിമയെന്ന് മാത്രമല്ല, ഏതിലും ബിസിനസ്സിലാണെങ്കിലും എല്ലാം സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഇത് സംഭവം. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രസ്റ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഇക്ക പറഞ്ഞല്ലോ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസി ആയിരുന്നു. ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഇക്കയുടെ ഭാഗത്തു നിന്നുള്ള, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. ക്യാരക്ടർ ഇതാണ്, മൂഡ് ഇതാണ്. അപ്പോൾ ഇക്ക ഓരോ ദിവസം പ്രിപ്പയർ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അത് ചെയ്തിട്ട് ചെറിയ ചെറിയ ഓൾട്രേഷൻസ് മാത്രമേ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സ്പേസ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇപ്പം ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ടും ഒരു ആർട്ടിസ്റ്റ് ഓക്കെ പറയണമെങ്കിൽ അത് എന്താ പറയുക, നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാവണം. ആ ട്രസ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ള സംഭവം എന്നെ പോലത്തെ ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സന്തോഷമാണ്. അസ്കർ ഒരു കാര്യം ചോദിക്കുന്നു. ഇപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈ പ്രോജക്റ്റ് നമ്മൾ ആദ്യമേ ഞാനും ചിത്രവും സംസാരിച്ച് ഓണായെങ്കിലും സപ്പോർട്ടിങ് കാസ്റ്റ് എല്ലാം ആയി വരുമ്പോഴും ആ ലീഡ് ആര് ചെയ്യുന്നുള്ളൊരു നമ്മൾ ആ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. അസ്കർ യെസ് പറഞ്ഞപ്പോഴാണ് ടെക്നിക്കലി പ്രോജക്റ്റ് ഓൺ ആയത്. ആ ഒരു പോയിന്റിലാണ് യെസ് നമ്മളിത് ചെയ്യുന്നു എന്നുള്ളൊരു സ്റ്റാർട്ട് ഡേറ്റ് കിട്ടിയത്. നമുക്കൊരു ഡേറ്റ് മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ സ്റ്റാർട്ട് ആവുന്നത്. ഇപ്പം സിനിമ കണ്ട സമയത്ത് അത് എത്രത്തോളം ശരിയാണോ എന്ന് എനിക്കറിയില്ല ഈ ക്വസ്റ്റ്യൻ. ഇപ്പം എനിക്ക് തോന്നിയത് പല റിവ്യൂസൊക്കെ പറയുന്നത് അസ്കർ പെർഫോം ചെയ്യുമ്പോൾ പക്ക ആസിഫ് എൻ്റെ ഒരു കൊല മാനർസ്യങ്ങൾ വരുന്നുണ്ട്. അത് എന്തായാലും അങ്ങനെ വരും. അപ്പം ഇത് ഏതെങ്കിലും ഒരു സീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ജീത്തു പറഞ്ഞിട്ടുണ്ടോ നമുക്കൊരു ആ ഒരു മാനർസ്യം കയറി വരുന്നുണ്ട്, നമുക്കൊന്ന് മാറ്റി പിടിക്കാമെന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും തോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, തലവെട്ടി കാരണം അഭിനയിക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. ഉള്ള തല വെച്ചല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഇനി അങ്ങനെ മാനറിസം വരുന്നതെല്ലാം ഞാൻ മാറ്റാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒറ്റ മോനാണോ വീട്ടില്? അതറിയില്ല. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈ ജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈ ജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈ ജി ആണ് ഫ്യൂച്ചർ.